പൂ പറിക്കാനാണ് വന്നത്, മരിച്ചിനി പറിക്കാനല്ല വന്നത്. പൂ തേടിയുള്ള അലച്ചിലാണ് ഗീസ്. ഫുള്ളും അടുത്ത ചെടിയായിട്ടുള്ള വഴിയാണ്. ആള് ഈ പൂ പറിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മാളിന് എന്തോ കടി കിട്ടി. എന്തോ നമുക്ക് പൂ പറിക്കാനായിട്ട് എളുപ്പ വഴി എന്ന് പറയുന്നത് അത് ഇങ്ങനെ സൈഡിൽ കൊണ്ട് നിർത്തുക, ബാഗ് തുറക്കുക, നൈസിനെ ഇങ്ങനെ പറിക്കുക. ഹലോ ഗൈസ്, നമ്മളൊരു പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ പിള്ളേരെല്ലാം ഉണ്ട്, ഓണമാകണം ഗൈസ്. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് മാളു? അത്തപ്പൂടാൻ പോവാ. ഞങ്ങളിത് ഇന്ന് അത്തപ്പൂടാൻ പോവാണ് ഗൈസ്. നമ്മൾ പൂ പറിച്ച് അത്തപ്പൂടാനുള്ള പരിപാടിയാണ്. പണ്ടൊക്കെ ആൾക്കാരൊക്കെ പൂ പറിച്ച് അത്തപ്പൂടത്തില്ലേ? പണ്ടത്തെ രീതി. നമ്മളതുകൊണ്ട് പണ്ടത്തെ രീതിയിൽ പോയി പൂവൊക്കെ പറിച്ച് അത്തപ്പൂടാനുള്ള പരിപാടിയാണ്. പൂവൊക്കെ ഇപ്പൊ കുറവാണ് ഇവിടെയൊക്കെ, പക്ഷെ നമ്മള് കാടുകൾ കയറി ഇറങ്ങാന്ന് വെച്ചു. നമുക്ക് ആദ്യം പൂ പറിക്കാൻ പോവാം ഗൈസ്. കം. ഇങ്ങോട്ട് നടന്ന് മേളിലോട്ടൊക്കെ കയറിയപ്പോൾ ഇവിടെ കുറച്ച് വെള്ളപ്പൂ നിൽപ്പുണ്ട്. ഫസ്റ്റ് വെള്ളപ്പൂ തന്നെ ആയിക്കോട്ടെ. പൂവൊന്നും കാണാനില്ല ഗീസ്. പണ്ടൊക്കെ എവിടെ തിരിഞ്ഞാലും പൂവായിരുന്നു, ഇപ്പൊ പൂവൊന്നുമില്ല ഗീസ്. നമ്മൾ കാട്ടിലൊക്കെ കയറി കാട്ടുപോക്ക് പറയും. കഷ്ടപ്പെട്ടതേ ഒരാൾ ഒരു പൂ പറിച്ചു ഗൈസ്. അതിനെ ഇപ്പോ സർജറി ചെയ്തോണ്ടിരിക്കുകയാണ്. പൂ പറിക്കാനാണ് വന്നത്, മരിച്ചിനി പറിക്കാനല്ല വന്നത്. ഇന്നിനി കേസ് എവിടെ നിന്ന് എങ്ങനെയൊക്കെ അടിയിട്ടൊന്ന് കണ്ടറിയത്. രണ്ട് ബെസ്റ്റ് ആൾക്കാരാണ് നമ്മളെ കൂടെ ഉള്ളത്. പൂ പറിക്കാൻ വന്നത് മരിച്ചിനി പറിച്ചോണ്ടിരിക്കുന്നു. നമുക്ക് മാക്സിമം കേസ് ഓരോ കവർ നിറച്ചാക്കണം. ഇതിപ്പോൾ ഇത്രയേ ആയിട്ടുണ്ട്. പൂ കിട്ടുന്നതനുസരിച്ചിരിക്കും നമ്മുടെ ഡിസൈൻ എങ്ങനെ ഇടുന്നതെന്ന്. ഇപ്പോൾ ഒരു പ്ലാനും ഇല്ല. ഒത്തിരി പൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല ഡിസൈൻ ഇടുന്നതായിരിക്കും. പൂ ഒന്നുമില്ല കേസ്. ഇനി നമ്മൾ കുറേ അലയേണ്ടിയിരിക്കുന്നു. പൂ ഇലയൊക്കെ കൊണ്ടിടാം. ഈ ഇല കണ്ടോ കേസ്, ഇത് നല്ല രസമാണ്. ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ വയലറ്റ് കളറിലൊരു പൂ പോലെ ഇരിക്കും. നമുക്കപ്പം ഇതും കുറച്ച് പറിക്കാം. ഇവിടെ വളം നിൽക്കണ കാണാനും നല്ല രസമുണ്ട്. നല്ല രസമുണ്ടല്ലേ? നല്ല രസമുണ്ട് കേസ് ഇതുവഴിയൊക്കെ നടക്കാൻ. ഓണത്തിന് നല്ല വൈബാട്ടോ. ഇങ്ങനെ പൂവൊക്കെ പറിച്ച് നമ്മൾ അത്തപ്പൂടത്തിൽ നല്ല വൈബുണ്ട് കേട്ടോ. പൂവൊന്നും കിട്ടാനില്ല കേസ്. പൂ കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി കേസ് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. കാരണം ഇവിടെ ഒന്നും പോവില്ല. ഇനി വണ്ടി എടുത്ത് നമുക്ക് നോക്കി ഇങ്ങനെ പറിച്ചാലേ രക്ഷയുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം. പൂ കിട്ടിയാൽ മതിയായിരുന്നു കേസ്. പൂ തേടിയുള്ള അലച്ചിലാണ് കേസ്. ഫുള്ളും അടുത്ത ചെടിയായിട്ടുള്ള വഴിയാണ്. പൂ കിട്ടിയാ? എത്ര കിട്ടി? അപ്പോൾ നമുക്കിത് ഇവിടെ കുറച്ച് റെഡ് കളർ കിട്ടിയിട്ടുണ്ട്. അവൻ ദേ പറിക്കുന്നുണ്ട്. ഇതൊക്കെ ഇനി പോണ വഴിക്ക് നമുക്ക് അടി കിട്ടോ ഇല്ല എന്നൊക്കെ കണ്ടറിയാം. നമുക്ക് ശംഖുപുഷ്പം കിട്ടി. ആള് ഈ പൂ പറിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മാളിന് എന്തോ കടി കിട്ടി. എന്തോ ഉറുമ്പ് അടിച്ചതാണോ? ചെറിയൊരു പൊടിക്ക് ബ്ലഡ് വന്നു. തരിക്കണ കൈ. തേനീച്ച കടന്നല്ലോ എന്തോ. ക്രിസ്റ്റിയുടെ കയ്യിൽ വെറൈറ്റി പൂക്കൾ ഇട്ടുന്നുണ്ട്. നമുക്ക് മഞ്ഞപ്പൂവിൻ്റെ കുറവുണ്ടായിരുന്നു. ഇവിടെ മൊത്തവും മഞ്ഞപ്പൂ കിട്ടി. ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഈ കവർ നിറയ്ക്കണം ഇവിടെ. ഇതിനകത്തൊക്കെ കറക്കി കിട്ടും. ഗൈസ് ഇവിടെ മോഷണം തുടങ്ങി. അല്ലാതെ പൂവില്ല ഗൈസ്. ജോമൽ തിരിഞ്ഞും നോക്കുന്നില്ല. ആൾക്കാർ വരുമ്പേ പറിക്കണം, അതാണ് നമ്മുടെ ടാസ്ക്. നേരത്തെ ഒരു ആപ്പ് നമ്മൾ അവിടെ നോട്ടിച്ചിട്ടു ഗൈസ്. അതൊരു റെഡ് കളർ പൂവായിരുന്നു കേട്ടോ. അവരുടെ ഫ്രണ്ടിൽ വളർത്തിയിരുന്നതാ. ആ ചേച്ചി അനുവാദം കൊടുത്തു കേട്ടോ പറിക്കാൻ. അതുകൊണ്ട് ജോമൻ രക്ഷപ്പെട്ടു. മാക്സിമം പൂക്കൾ എടുക്കുക. പൂക്കളോട് വല്ലാത്തൊരു സ്നേഹമായി കഴിഞ്ഞു. വയ്ക്ക് മീൻ പൊരിച്ചത്, ചിക്കൻ വയ്ക്കുന്ന ഇതിന്റെ എല്ലാം മണം വരുന്നുണ്ട്. എന്നാ നീ പയ്യെ ഓരോ വീട്ടിൽ കയറിയിട്ട് കഴിച്ചിട്ട് വാ. അമ്മ തായേ എന്ന് പറഞ്ഞ് കയറിയാൽ നമുക്ക് പൂ പറിക്കാനായിട്ട് എളുപ്പ വഴി എന്ന് പറയുന്നത് അത് ഇങ്ങനെ സൈഡിൽ കൊണ്ട് നിർത്തുക, ബാഗ് തുറക്കുക, നൈസിനെ ഇങ്ങനെ പറിക്കുക. അടുത്തത് ഇവന്റെ വിളി കാരണം കേസ് എല്ലാവരും അടുത്ത ആൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തു എടുക്കാനായിട്ട്. ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് കേസ് ഞങ്ങൾ അത്തപ്പൂടുന്നത്. എല്ലാവരെയും വീട്ടിൽ നിന്ന് കയറി പറിച്ചാണ് കഷ്ടപ്പെട്ട് പൂ പറിച്ചത്. പട്ടി ഇപ്പം ഇൻഫർമേഷൻ കൊടുക്കും.
ജമോൻ പെട്ട്. ഇതൊന്നും ഗേസ് വീട്ടിൻ്റെ ഭാഗമല്ല, ഇത് റോഡാണ്. അവർ വളർത്തുന്നതായിരിക്കും, പക്ഷെ ആരും കാണാത്തോണ്ട് നമുക്ക് എടുക്കാം ഇല്ലേ. ഞങ്ങളിത് കുറേ പൂ പറിച്ചിട്ട് ഇതേ തിരിച്ച് പോവുകയാണ് ഗേസ്. ഇനി വീട്ടിൽ പോയിട്ട് അത്ത വിടണം, അതാണ് ഞങ്ങളുടെ അടുത്ത പരിപാടി. ഇത്രയും പൂ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി ഗേസ് നമുക്ക് ഈ പൂ പിച്ച് എത്ര ഉണ്ടെന്ന് നോക്കാം. അപ്പൊ പൂ പിച്ചൽ സ്റ്റാർട്ട് ആയിക്കോട്ടെ. അപ്പൊ നമുക്കിതേ ഗേസ് ഇത്രയും പൂ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു വലിയ അത്തവിടാനുള്ള പൂ കിട്ടിയെന്നാണ് വിശ്വാസം. ഇനി ഇത് നമുക്ക് ഇതളൊക്കെ എടുത്ത് നോക്കാം എത്ര ഉണ്ടെന്ന്, എന്നിട്ട് വേണം നമുക്ക് അത്തം വരച്ചിട്ട് അത്തവിടാൻ തുടങ്ങാൻ. ഇങ്ങനെയാണ് ഗേസ് പണ്ടത്തെ ആൾക്കാരൊക്കെ അത്തപ്പൂട്ടുകൊണ്ടിരുന്നത്. ഞങ്ങൾ 1-2 ഇടത്തൊക്കെ പോയപ്പോൾ അവിടെ ഉള്ള ആൾക്കാരും പറഞ്ഞു, നിങ്ങൾ പൂ പറിച്ചോ, പണ്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നേ. ഈ തലമുറക്കൊന്നും കിട്ടാത്ത കാര്യങ്ങൾ നമ്മൾ കുറെ അനുഭവിക്കുകയും എക്സ്പീരിയൻസ് ഒക്കെ നല്ല കിടിലായിരുന്നു. അങ്ങനെ നമ്മൾ അത്തത്തിന്റെ വട്ടം വരച്ചു. ക്രിസ്റ്റിയാണ് ഡിസൈനിങ് അത്തപ്പൂവിന്റെ. ക്രിസ്റ്റി ഇതെന്തോ കമ്പ് ക്രിസ്റ്റി ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് ഗൈസ്. അപ്പം നമ്മുടെ അത്തം ഡിസൈൻ റെഡി. നടുക്ക് നമ്മുടെ തന്നെ ചാനലിന്റെ പേരാണ് കേട്ടോ, മാളു അഞ്ചോ. ഓ, ഡിസൈൻ വരയ്ക്കുന്ന അത്ര എളുപ്പമുള്ള പരിപാടിയല്ല ഗേസ്. അയ്യോ, കുറച്ച് ക്രിസ്റ്റി വരച്ചു, എന്നിട്ടും കുറച്ച് ശരിയായില്ല. അവരിതേ പള്ളിയിലോട്ട് പോയി. പിന്നെ ഞാൻ ഇതേ ബാക്കി മേക്ക് ഓവറൊക്കെ വരുത്തി ഒരു ഇത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി വേഗം തന്നെ പൂടാൻ സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ആദ്യം നമ്മുടെ ജമന്തി ഇട്ട് തന്നെ തുടങ്ങി കേട്ടോ. ഫസ്റ്റ് ലെവൽ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. പൂ തക്കത്ത് വന്നപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഈ ചെടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഗൈസ്. നമ്മുടെ യെല്ലോ ഫ്ലവർ ആണ് കേട്ടോ. അത്തപ്പോടുന്നൊരു ടാസ്ക് പരിപാടി തന്നെയാണ്, പക്ഷേ കൊള്ളാം ഗേസ്, അതിലൊരു സന്തോഷമുണ്ട്. അപ്പൊ ഗേസ് ദേ ഞങ്ങളുടെ അത്തം ഇട്ട് തീർന്നിരിക്കുന്നു. ഒരു സൂപ്പർ അത്തമാണ് ഗേസ് ഞങ്ങൾ ഇട്ടിട്ടുള്ളത്. ഞങ്ങൾ തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഇടാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല ഗേസ്. പൂ കിട്ടുമോ എങ്ങനെയാണെന്ന് ഒരു പിടുത്തമില്ലായിരുന്നു. ശരിക്കും നിങ്ങളാണ് കേട്ടോ പറയേണ്ടത് ഇത് കൊള്ളാവോ ഇല്ലെന്ന്. പക്ഷെ ഞങ്ങൾക്ക് ദൂരെ നിന്നൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചേക്കാളും കൊള്ളാം. ഞങ്ങളുടെ ഫസ്റ്റ് ഓണമാണ് ഗേസ്. ഫസ്റ്റ് ഓണത്തിന് ഞങ്ങളൊരു സൂപ്പർ അത്തം ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ഓണമായിട്ട് നല്ലൊരു അടിപൊളി അത്തമൊക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അത്തമായിരുന്നു ഗേസ്. ഇത് പണ്ടത്തെ ഒരു രീതി ഉണ്ടല്ലോ, പണ്ടത്തെ ആൾക്കാർ ഇങ്ങനെയൊക്കെയാണ് ശരിക്കും അത്തം ഇട്ടുകൊണ്ടിരുന്നത്. പൂ പോയി പറിച്ച് ഇട്ട്, അത് വേറൊരു വൈബ് തന്നെയാണ് ഗേസ്. നമ്മൾ അങ്ങനെ വേണം ഇടാൻ, അതൊരു അല്ലേ, അത് വേറൊരു വൈബ് തന്നെയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നമ്മൾ കടയിൽ പോയി വാങ്ങിച്ചിടുന്ന പോലെ അല്ല നമ്മൾ പൂ പോയി പറിച്ചിടുന്നത്. ഇപ്പോൾ പിള്ളേരില്ല, പിള്ളേരിപ്പോൾ വരും, അവർക്കൊരു സർപ്രൈസ് കൂടെയാണ് നമ്മളത് ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഒത്തിരി സ്നേഹത്തോടെ ഹാപ്പി ഓണം. അപ്പോൾ ബൈ ഗൈസ്.